ഇപ്പോൾ ഈ ആട് ഏകദേശം ഒരു കച്ചവടത്തിൻ്റെ ലെവലിൽ നിൽക്കുകയാണ്. വില ഒന്നും റെഡിയാവണില്ല. കാസർഗോഡ് നിന്ന് വന്നാണ് നമ്മളെ കൊല്ലന്നൂർ ചന്തയിൽ ആടിനെ നോക്കാൻ വേണ്ടിട്ട്. നല്ല അടിപൊളി നല്ല ഇറച്ചിയുള്ള ടൈപ്പ് സാധനങ്ങളാണ്. ഇത് നമ്മളെ ജമാലിക്കാണ്. ജമാലിക്ക് നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? നമ്മളെ കാലങ്ങൾക്ക് ശേഷം കൊല്ലന്നൂർ ചന്തയിൽ ഇത് ആടുകളെ ചന്ത തുടങ്ങിയാണ്. അത് നമ്മളെല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷമാണ് കൊല്ലന്നൂർ നമ്മൾ ആടുചന്ത തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ലോഡ് സാധനങ്ങളായിട്ടൊരിക്ക ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ നാടൻ ആടുകളാണ്. ഈ ഭാഗങ്ങളിൽ വീടുകളിൽ വളർത്തുന്ന നാടൻ ആടുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഷർഫുദ്ദീൻക്ക് എവിടെ നിന്ന് വരുന്നത്? വെണ്ടല്ലൂരിൽ നിന്ന് വരുന്നത്. ഒരു ലോഡ് നാടൻ ആടുകൾ. ഇത് എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നത്? വീടുകളിൽ വളർത്തുന്നതാണല്ലേ? നല്ല മുറ്റ ആടുകളാണല്ലേ? വീടുകളിൽ വളർത്തുന്ന ആടുകളെ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊല്ലന്നൂർ കൊടുത്തിരിക്കുകയാണ്. വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വണ്ടി ആട് വന്നിട്ടുണ്ട്. അടുത്ത വണ്ടി ഇതാ വന്നെടുക്കുന്നു. ഉമ്മർക്ക് ഇവിടെ ആടിനെ കൊടുത്തു. ഉമ്മർക്ക് എവിടുന്ന ഇതിപ്പോ കൊണ്ടുവരണേ? ഇത് കല്ലുമറത്തുനിന്ന്. എത്ര ഉണ്ട്? 4 നല്ല ഒത്ത മുറ്റന്മാരാണ്. 2 കൊറ്റന്മാരുണ്ട്, 2 പടണ്ട്. ഇറക്കിക്കൂടി കണ്ടാ. ഇങ്ങനത്തെ ടൈപ്പ് ആടുകളാണ്. അതായത് വീട്ടിൽ വളർത്തുന്ന ആടുകളാണ് ഇപ്പോൾ നമ്മളെ കൊല്ലന്നൂർ ചന്തയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല എമണ്ടൻ സൈസ് മുറ്റ് സാധനങ്ങൾ. അത് നല്ല ഇറച്ചിക്കനുള്ള സാധനങ്ങളിലേക്കാ. ഇറച്ചിക്കറുള്ള സാധനങ്ങൾ എവിടെയും കിട്ടൂല. ഇമ്മാതിരി സാധനങ്ങൾ എവിടെയും കിട്ടൂല. കണ്ടാ, വളർത്താൻ പറ്റിയ സാധനങ്ങളാണ്. അത് വാങ്ങിയവന് മുതലാണ് ഇമ്മാതിരി സാധനങ്ങൾ. കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2 എണ്ണമാണ് ഇപ്പോൾ വില ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് കൊറ്റല്ലേ? 3 എണ്ണം പാടെ. ഈ 3 എണ്ണം പാടെ ഇപ്പോൾ വില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ട്. ഏകദേശം കച്ചവടത്തിൻ്റെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വന്നു തുടങ്ങി. ചന്തയിൽ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആടുകൾ ഇതാ ഇപ്പോൾ വന്നിറങ്ങിയ സാധനങ്ങൾ ഇതാ കയറ്റി കെട്ടുന്നു. നല്ല അടിപൊളി കൊറ്റന്മാരാണ്. എന്താ സാധനം? ഇപ്പോൾ ഈ കൊറ്റനെ ഇപ്പോൾ വില പേശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നല്ല അടിപൊളി കൊറ്റനാണ്. വില പേശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3 കൊറ്റൻകുട്ടികളുടെ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുറ്റിയിലടിച്ച 3. ഇപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഏകദേശം വില പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വില പേശിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ സുലൈമാനൊക്കെ അന്ന് നമ്മളെ കൊല്ലന്നൂർ ആടുചന്തയിലെ ഉദ്ഘാടനം കഴിഞ്ഞു. അത്യാവശ്യം ആളുകളും വന്നു, കാര്യങ്ങളൊക്കെ ആയി. നമ്മളിനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ഉണ്ടായിരിക്കില്ലേ? 4 മണി മുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആടിനെ കൊടുത്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും വാങ്ങിക്കാൻ വരുന്ന ആളുകളും ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഇവിടെ വരിക. എപ്പോൾ വന്നാലും കെട്ടാള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുടിക്കാനും പിന്നെ ഇത് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി ഒരു ദിവസം വിറ്റ് ചാർജ് കെട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ വിറ്റ് പോകാത്ത സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ രാത്രി സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചന്തയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള നാട്ടിലുള്ള നാട്ടുമ്പുറത്തുള്ള ആൾക്കാർ
ഒന്നും രണ്ടോ ഒക്കെ വിൽക്കാനുള്ളവർ എല്ലാവരും കൊണ്ടുവരിക. എല്ലാവരും കൊണ്ടുവരിക, വിൽക്കണം, നാടിനെ വിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ വിറ്റിട്ട് പോവാം. പിന്നെ അതുപോലെ കച്ചവടക്കാർ പ്രത്യേകമായിട്ട് പറയുന്നു, എല്ലാ കച്ചവടക്കാരും സഹകരിക്കുക, പങ്കെടുക്കുക. അതന്നെ ഉള്ളത്. പിന്നെ മറ്റുള്ള ഇനിയിപ്പോൾ അത്യാവശ്യം കന്നുകാലികളൊക്കെ ഉണ്ടല്ലോ ആവശ്യക്കാർക്ക്. ഇവിടെ ഞായറാഴ്ച വന്ന 2 കാര്യമാണ്, ആടിനും മേടിക്കുക, ഇവിടെ കന്നുകാലികൾ ഇപ്പോൾ തിങ്കളാഴ്ച ചന്തയ്ക്കുള്ള വൈകുന്നേരം ഇറങ്ങുമ്പോൾ ഞായറാഴ്ച. അപ്പോൾ 2നും മേടിക്കാനുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2നും വാങ്ങിയിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കുക, പങ്കെടുക്കുക, വിജയിപ്പിച്ച് തരിക. ഇപ്പോൾ ഏകദേശം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഏകദേശം കച്ചവടമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം കണ്ടത് നമ്മൾ കൊല്ലന്നൂർ ആട് ചന്തയാണ്. കൊല്ലന്നൂർ ആട് ചന്ത എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മണിക്കാണ്. കൊല്ലന്നൂരിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിലാണെങ്കിലും എടപ്പാൾ, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ചങ്ങരംകുളം എത്തുന്നതിൻ്റെ നടുവട്ടം എന്ന സൈഡ്, നടുവട്ടത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉള്ളൂ കൊല്ലന്നൂർക്ക്. അപ്പോൾ ഞായറാഴ്ചകളിൽ ആടിനെ വിൽക്കാൻ ആഗ്രഹമുള്ള ആളുകളും വാങ്ങിക്കാനുള്ള ആഗ്രഹമുള്ള ആളുകളും ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ കൊല്ലന്നൂർ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ആടിനും കൊണ്ടുപോകാം, അതേപോലെ കാലികളിനും കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ചന്തയുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കോൺടാക്ട് നമ്പർ എല്ലാ കാര്യങ്ങളും ഇടാം. അപ്പോൾ എല്ലാവർക്കും ബായ്.